നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പത്തനംതിട്ട കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു. മുൻ അടൂർ നഗരസഭാ ചെയർമാനും KPCC സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു ദിവാകരൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. അടൂർ മണ്ഡലത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ കടുത്ത തീരുമാനം. തന്നെ പരിഗണിച്ചില്ല എങ്കിലും ജില്ലയിലുള്ള പ്രാദേശിക നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വം തള്ളിയാണ് രാജിക്ക് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നേതൃത്വം പ്രഖ്യാപിച്ചാൽ താൻ രാജി പിൻവലിക്കുമെന്നും അടൂരിൽ തന്നെ വിജയസാധ്യതയുള്ള 7ഓളം നേതാക്കന്മാരുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നീതിക്ക് വേണ്ടി കേരളമൊട്ടാകെ നടന്ന് സംസാരിക്കുന്നു. അപ്പം പാർട്ടിയിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നീതി വേണ്ടേ? അദ്ദേഹം പോരാടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പോരാട്ടം പുറത്തു വരട്ടെ. അദ്ദേഹം നീതിക്ക് വേണ്ടി അദ്ദേഹം ശബ്ദം കൂടി പുറത്തു വരട്ടെ. അപ്പോൾ പിന്നെ എതിർഭാഗത്ത് നീതിയില്ലായ്മയ്ക്ക് കൂട്ടുനിന്ന ആളുകളുടെ പേരും പുറത്തു വരുമല്ലോ. നീതി വേണം, ന്യായം വേണം, യുക്തി വേണം. അത് മാത്രമാണ് എന്റെ ആവശ്യം. എന്റെ സീറ്റല്ല പ്രശ്നം. ന്യായമായ ഒരാളെ തന്നാൽ ഞാൻ അപ്പോൾ രാജി പിൻവലിക്കും, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് അടൂരിലുണ്ട്. അടൂരിൽ പിന്നെ സർവേകൾ ഈ സുനിൽ കനവേലു അണ്ണൻ അദ്ദേഹം നടത്തിയ സർവേ ഉണ്ടല്ലോ. എന്റെ പേരുകളും അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും പലരുടെയും പേര് വിളിച്ചിങ്ങനെ നടത്തിയ സർവേകൾ നടത്തിയല്ലോ. അപ്പൊ സുനിൽ അണ്ണന്റെ ആ സർവേ ലിസ്റ്റ് പുറത്തു വരാൻ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കളിപ്പിലാണോ? സർവേക്ക് വേണ്ടി പണം മുടക്കുന്നല്ലേ പറയുന്നത്? സർവേകൾ വിടട്ടെ, പുറത്തു വിടട്ടെ. അപ്പൊ നിങ്ങൾക്ക് ജയിക്കാനാണെങ്കിൽ, പാർട്ടിക്ക് ജയിക്കാനാണെങ്കിൽ അടൂരിൽ തന്നെ ഉണ്ട് സ്ഥാനാർത്ഥികൾ. ബാബു ദിവാകരനല്ല, അടൂരിൽ തന്നെ 6-7 പേരുണ്ട്. ഞാൻ ആരും പേര് പറയുന്നില്ല. നല്ല സ്ഥാനാർത്ഥികൾ ഞാൻ പറഞ്ഞു കൊടുക്കാം, അല്ലെ പാർട്ടിക്കാർ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്റെ അപേക്ഷ മാറ്റിവെച്ച നേതാക്കന്മാരെ ഞാൻ ഇന്ന് അടൂരിലോട്ട് ക്ഷണിക്കുക. നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് നടക്കാം. തയ്യാറുണ്ടോ? നമുക്ക് ആളുകളുടെ നിന്ന് നടക്കാം. ഞാനും വരാം. നിങ്ങൾ ആളെ വിടും. നിങ്ങൾ നേതാക്കന്മാരെ വിടണ്ട, അല്ലാതെ നിങ്ങളുടെ പ്രതിനിധികൾ അയച്ചാൽ മതി. നമുക്കൊന്ന് നടക്കാം, ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നടക്കാം. വരട്ടെ. അടൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ തുടർച്ചയായി മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരെ പരിഗണിക്കുന്നു എന്നതാണ് ബാബു ദിവാകരൻ്റെ പ്രധാന പരാതി. കഴിഞ്ഞ 3 തവണയും ഇടതുമുന്നണിക്ക് വിജയിക്കുവാൻ പാകത്തിലുള്ള സാഹചര്യമാണ് പാർട്ടി നേതൃത്വം ഒരുക്കിക്കൊടുത്തത് എന്നും ഇത്തവണയും അത്തരം നീക്കങ്ങളാണ് നടക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.